ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് S. വിജയകുമാർ ചേർന്നു. വിജയകുമാർ, യഥാർത്ഥത്തിൽ ഈ സമയം വളരെ വൈകിയിരിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും മാറിമറിഞ്ഞു. മാത്രമല്ല, ഇനിയും താമസിച്ചാൽ വൈകുന്നേരം ഒരുപക്ഷെ രാത്രി പുലരുന്നതിന് മുമ്പ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം അരമണിക്കൂർ ആയി ചുരുങ്ങി എന്ന വാർത്ത പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം അരമണിക്കൂർ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ, അതങ്ങനെ മെയിൻ റോഡ് വരെ നീണ്ട് 2 നിരയായി വലിയ ക്യൂ ഉണ്ടായിരുന്നു. അതിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് ഈ ആലപ്പുഴയിലുള്ളവരായിരുന്നില്ല, അത് വടക്കൻ കേരളത്തിലൊക്കെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ തൊട്ട് ഇങ്ങനെ വന്ന ആളുകളായിരുന്നു. അവർ ഈ രാവിലെ 7 മണി തൊട്ട് ക്യൂവിൽ ഭാഗമായതാണ്. അവരോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അരമണിക്കൂർ മാത്രമേ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏറെ വൈകി. ആലപ്പുഴയിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ VS-ൻ്റെ വസതിയിലേക്ക് എത്തിയിട്ടില്ല. വസതിയിൽ നിന്ന് വേണം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ. അപ്പോൾ ഏതാണ്ട് ഇപ്പോഴത്തെ നിലയിൽ അത് ഉച്ചയാകും. ആ ഒരു സാഹചര്യത്തിലാണ് അത് ഇനിയുള്ള പൊതുദർശനം, ഇവിടെയുള്ള പൊതുദർശനം ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പ്രവർത്തകരോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുറത്ത് പക്ഷേ നല്ല തിരക്ക്, വലിയ തിരക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ആയിരക്കണക്കിന് ആളുകൾ 2-3 നിരയായി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നൊക്കെ വന്ന പാർട്ടിയുടെ ചുമതലയുള്ളവരും അല്ലാത്തവരും ആയ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ആയവരാണ് ആ ക്യൂവിൽ ഉണ്ടായിരുന്നത്. അവരോട് ഗ്രൗണ്ടിലേക്ക് പോകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 മണിക്കൊക്കെ ക്യൂവിൽ നിൽക്കുന്നവരുണ്ടായിരുന്നു. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഇവിടുത്തെ വിവരങ്ങളിലേക്ക് വന്നാൽ, അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. ഇവിടെ VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി. മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയത്തിനകം ഈ വിലാപയാത്രയുടെ ഒപ്പമാണ്. അദ്ദേഹം വൈകാതെ ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CPM എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്ന വളരെ ഹ്രസ്വമായ ഒരു പൊതുദർശന അന്തിമോപചാരം അർപ്പിക്കലായിരിക്കും ഇവിടെ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അമ്പലപ്പുഴയിൽ VS-നെ കാത്തൊരാൾ ഇരിപ്പുണ്ട്, G. സുധാകരൻ. ഒരുപക്ഷെ VS-യുമായി വളരെ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ച ആളായിരുന്നു മുൻ മന്ത്രി കൂടിയായ G. സുധാകരൻ. തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ച 2 പേർ തമ്മിൽ കാണുന്നു. ഒരാൾ ചേതനയേറ്റ് ജീവിതത്തോട് വിട പറഞ്ഞ് കാലവരിക്കുള്ളിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. മറ്റൊരാൾ ഇപ്പോഴും സജീവമായി കമ്മ്യൂണിസ്റ്റായി ആലപ്പുഴയിൽ തുടരുന്നു. അമ്പലപ്പുഴയിൽ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ തൻ്റെ VS-നെ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം നടന്ന വഴികളിലൂടെ അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ്.